ഹലോ ഗായ്സ്, നമുക്കൊന്ന് കരിമീൻ പൊള്ളിച്ചുണ്ടാക്കിയാലോ. അപ്പോൾ അതിന് തന്നെ കരിമീൻ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് സുർക്കൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാൻ എടുത്തിട്ട് അതിലോട്ട് നമ്മൾ കുറച്ച് കരിവേപ്പിൻ്റെ ഒക്കെ ഒന്ന് വെച്ചെടുത്തത് അതിൻ്റെ മുകളിലായിട്ട് കരിമീൻ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് മറിച്ചിട്ടിട്ടൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ആ മീനൊന്ന് വെന്തതിന് ശേഷം അതൊന്ന് മാറ്റി വെച്ചിട്ട് ആ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിൻ്റെ ഇലയും സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് അതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് തക്കാളിയും കൂടി ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. പിന്നത്തെ പണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഴൻ്റെ ഇല പുതിയലാണ്. ആദ്യം ഈ ഒരു മീൻ വെച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ മസാല ഒന്ന് തേച്ചെടുത്തിട്ട് ഒന്ന് കെട്ടിയിട്ട് പാനിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചൊന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വെന്തതിന് ശേഷം ഈ വാഴൻ്റെ ഒന്ന് തുറക്കുമ്പോൾ നല്ല അടിപൊളി സ്മെല്ല് വരാണ്ട്, സ്മെല്ല് മാത്രമല്ല നല്ല അടിപൊളി ടേസ്റ്റുമാണ്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. ടാറ്റാ.